കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇൻ്റർവ്യൂവിൽ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നതും അതുപോലെ തന്നെ തനിക്കെതിരെ കുറേയധികം ആരോപണങ്ങൾ കുറേയധികം സ്ത്രീകൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളതും തനിക്ക് ബോധ്യപ്പെടുത്തണം എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ തരുന്നതെന്നുള്ള രീതിയിലാണ് രാഹുൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഇൻ്റർവ്യൂവിൽ കുറേയധികം കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് റിനിയെക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ റിനിയെക്കുറിച്ച് പറഞ്ഞതെന്നുള്ളൊരു കാര്യമൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പും ചെയ്തേക്കുക. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും വളരെ കാത്തിരുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. അതിനകത്ത് തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയണം എന്നുള്ള രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യമേ തന്നെ രാഹുൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ തനിക്കെതിരെ കുറേയധികം ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പ്രൂവ് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് ജാമ്യം കിട്ടിയത്. അതൊന്നും ആൾക്കാർ ഒന്നുമില്ല. അതുപോലെ തന്നെ മീഡിയാസും അത് മനസ്സിലാക്കുന്നില്ല. ഞാനാണ് തെറ്റ് ചെയ്തതെന്നുള്ള രീതിയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞു ചെയ്യുന്ന സമയത്തുണ്ടെങ്കിൽ അത് ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും കുറച്ച് കാര്യം പറയാനുണ്ട് എന്നുള്ള രീതി പറയുന്ന സമയത്ത് രാഹുൽ പറയുന്നുണ്ട്, ഇത്രയും നാൾ നിങ്ങൾ സംസാരിച്ചില്ലേ, എനിക്ക് സംസാരിക്കാൻ കിട്ടിയ ഒരു അവസരമാണിത്, എന്നെ ഒന്ന് സംസാരിക്കാൻ വിടൂ എന്നുള്ള രീതിയിൽ രാഹുൽ ആ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു ഇൻ്റർവ്യൂവർ പറഞ്ഞു ഓക്കെ രാഹുൽ സംസാരിച്ചോളൂ എന്നുള്ള രീതിയിലായിരുന്നു. അതിനുശേഷം ആ ഒരു ഇൻ്റർവ്യൂവിൽ രാഹുലിൻ്റെ പക്ഷത്തെ ന്യായങ്ങൾ പറയുമായിരുന്നു. മെയിനായിട്ട് ഇതിൽ സംസാരം തുടങ്ങിയതിൽ റിനിയെക്കുറിച്ചാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. റിനി പറഞ്ഞ പല കാര്യങ്ങളും തെറ്റാണ് എന്നതാണ് രാഹുൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റിനി എന്താണ് എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞങ്ങൾ പരിചയപ്പെട്ട് 24 മണിക്കൂറിനുള്ളിൽ തന്നെ തന്നോട് മോശമായിട്ടുള്ള രീതിയിൽ മെസ്സേജ് അയച്ചു എന്നുള്ള രീതിയിലാണ് റിനി പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാണ് ഈ ഒരു രാഹുൽ പറയുന്നത്. എല്ലാവരും അതെല്ലാം അറിയാവുന്ന കാര്യമല്ലേ. എന്നിട്ട് എന്തിനാണ് ഈ ഒരു കേസൊക്കെ കൊടുക്കുന്നതിന്, അതായത് റിനി ഈ കേസൊക്കെ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പത്തെ മാസം എന്നെ വിളിക്കുകയും എനിക്ക് മെസ്സേജ് ഇടുകയും അതുപോലെ തന്നെ എന്നെ വന്ന് കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 24 മണിക്കൂറിനുള്ളിൽ ഞാൻ മോശമായിട്ട് അതിന് മുമ്പേ ആദ്യമായിട്ട് കാണുന്നത്, കണ്ട് 24 മണിക്കൂറിന് ശേഷമാണ് മോശമായിട്ടുള്ള രീതിയിൽ മെസ്സേജ് അയച്ചു എന്ന് പറയുന്നത്. എന്നിട്ട് എന്തിനാണ് അത് കഴിഞ്ഞിട്ട് ഇതേ കണക്ക് എനിക്കെതിരെ കേസൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് ഇതേ കണക്ക് മെസ്സേജ് അയക്കുക എന്നെ വിളിക്കുകയൊക്കെ ചെയ്തത്? അതിനർത്ഥം റിനി പറയുന്നത് കള്ളമാണ് എന്നുള്ള രീതിയിലാണ്. സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഒരു കേസൊക്കെ കൊടുക്കുന്നതിന് 1-2 മാസം മുമ്പുണ്ടെങ്കിൽ താൻ ഒരു സ്ഥലത്തേക്ക് പോകുമായിരുന്നു. ഞാൻ പ്ലെയിനിലിരിക്കുന്ന സമയത്ത് ഈ റിനിയുടെ ഫോണിൽ നിന്ന് തുരുതുരാന്ന് മെസ്സേജ് തനിക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. എന്താണ് കാര്യമെന്ന് അറിയാൻ വേണ്ടി എടുത്ത സമയത്ത് റിനി പറയുന്നത്, ഞാൻ എൻ്റെ അമ്മയ്ക്ക് സംസാരിക്കണം എന്നുള്ള രീതിയിലാണ് വിളിച്ചത്. അമ്മയ്ക്കുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് സാറിനെ, അതുകൊണ്ടാണ് വിളിക്കുന്നത്. ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആണ്, ഒന്ന് വിഷ് ചെയ്യുമോ എന്ന് ചോദിച്ചു റിനി എന്നാണ് രാഹുൽ പറയുന്നത്. ആ സമയത്തുണ്ടെങ്കിൽ പെട്ടെന്ന് അമ്മയുടെ ഈ ഫോൺ എടുത്തു രാഹുലുണ്ടെങ്കിൽ അമ്മയെടുത്ത് പറഞ്ഞു ബർത്ത്ഡേക്ക് വിഷൊക്കെ നൽകി. അതിന് ശേഷം ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ പ്ലെയിനിലാണ് എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നതാണ് രാഹുൽ പറയുന്നത്. അതിന് ശേഷം എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കുറച്ച് ദിവസം കഴിഞ്ഞ് മെസ്സേജ് അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. രാഹുലിന് ഇങ്ങോട്ട് മെസ്സേജ് അയച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് രാഹുൽ പറയുന്നത്. അതിനുശേഷം ഈ ഒരു റിനി ഉണ്ടെങ്കിൽ ഏതോ ഒരു ആവശ്യത്തിന് വേണ്ടി എറണാകുളത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് രാഹുലിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇതേ കണക്ക് തൃശ്ശൂരുണ്ടോ എന്നുള്ള രീതി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു രാഹുൽ പറഞ്ഞിട്ട് അതെ ഞാൻ തൃശ്ശൂരുണ്ട് എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എറണാകുളത്ത് നിന്ന് റിനി ഉണ്ടെങ്കിൽ രാഹുലിനെ കാണാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ വരെ ചെന്നു എന്നുള്ളൊരു കാര്യം രാഹുൽ പറയുന്നുണ്ട്. അങ്ങനെ ഞാനുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഇതേ കണക്ക് മോശമായിട്ടുള്ള മെസ്സേജ് അയച്ചു, അത് റിനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് റിനി തന്നെ പറയുന്നുണ്ട്. പിന്നെന്തിനാണ് എന്നെ കാണാൻ വേണ്ടി അവിടം വരെ വന്നത്? അങ്ങനെ വന്ന് എന്നെ കണ്ടു, എൻ്റെ കൂടെ ഫോട്ടോ എടുത്തു, ഞങ്ങൾ നല്ല രീതിയിൽ സംസാരിച്ചു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്കെതിരെ പരാതി കൊടുക്കുന്നു. ഇതെന്താണ് ഇതിലെ സത്യം എന്നാണ് എനിക്ക് മനസ്സിലാവാത്ത. റിനി ആരൊക്കെയോ ചേർന്ന് റിനിയെ ഇതിലേക്ക് ഇട്ടതാണ് എന്നുള്ള രീതിയിലൊക്കെ രാഹുൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റിനി പറയുന്ന പല കാര്യങ്ങളും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യങ്ങളാണ് ആൾക്കാരിപ്പോൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയുന്നത്. ഇതിനിടയിൽ റിനിക്കെതിരെ കുറേയധികം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. റിനി പറഞ്ഞ കാര്യങ്ങളിലും കുറേയധികം ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും രാഹുൽ ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ, റിനിക്കെതിരെ പറഞ്ഞ ഈ കാര്യങ്ങളോട് കൂടി തന്നെ റിനി പറയുന്ന പല കാര്യങ്ങളും കള്ളമാണ്
എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതിനൊക്കെ തെളിവ് താൻ പുറത്തു വിടാം എന്നുള്ളൊരു കാര്യം രാഹുൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് റിനിയും കൂടി സമ്മതിക്കണം എന്നുള്ള രീതിയിലും രാഹുൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ഞാനിപ്പോൾ എനിക്ക് പുറത്ത് വിടുന്നതിന് ഒരു കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് പിന്നെ റിനിയുടെ ഭാവിക്ക് പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളത് രാഹുൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതുവരെ ഒരു മെസ്സേജും പുറത്ത് വിടാത്തത്. പുറത്ത് വിട്ട് കഴിഞ്ഞാൽ റിനിക്ക് തന്നെയാണ് അത് പ്രശ്നം എന്നാണ് രാഹുൽ പറയുന്നത്.